ഇയാളുടെ മുന്നിൽ വെച്ച് തന്റെ മകളുടെ മുഖത്തേക്ക് അടി കിട്ടുന്നത് കണ്ടിട്ടും ഒന്നും സംഭവിക്കാത്തതുപോലെ ആ മനുഷ്യൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. എന്നാൽ ഭാര്യയോടും മക്കളോടും തന്റെ ഫോൺ ഉള്ളിൽ മറന്നുവെച്ചെന്നും അതെടുക്കാൻ തിരികെ പോകണമെന്നും അയാൾ പറഞ്ഞു. ശേഷം അയാൾ അകത്തു കയറുകയും ഗുണ്ടകളെ ഓരോന്നായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ആ സംഭവത്തിലുണ്ടായ ഗുണ്ടകൾ ആ നാട്ടിലെ ഏറ്റവും ക്രൂരയായ മാഫിയ നേതാവ് സോനയുടെ വലങ്കയാണെന്ന് തിരിച്ചറിയുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു. ഇതിൽ നിന്ന് പിന്മാറാൻ ഗില്ലി സഹോദരങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടും അയാൾ അത് കേട്ടില്ല. ശേഷം അയാൾ ഒരു ക്യാൻ പെട്രോളുമായി ആ സംഘത്തിന്റെ ഗോഡൌണിലേക്ക് നുഴഞ്ഞുകയറുന്നു. എന്നിട്ട് അവിടെയുള്ള പണത്തിന്മേലും ചരക്കിന്മേലും ഇന്ധനമൊഴിക്കുകയും തന്റെ കുടുംബത്തിന് സമാധാനപരമായ ഒരു അവധിക്കാലം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഗാർഡ് അത് പുച്ഛിച്ചു തള്ളിയെങ്കിലും ജോൺ ലൈറ്റർ തെളിക്കാനൊരുങ്ങിയതോടെ അയാളുടെ മുഖം മാറാൻ തുടങ്ങി. അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞ അയാൾ ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറിൽ നിന്ന് കെട്ടിയിട്ട നിലയിൽ പുറത്തേക്ക് വീഴുന്ന ഒരു ആൺകുട്ടിയെ കാണുന്നു. സ്വന്തം സുരക്ഷയേക്കാൾ പാവങ്ങൾക്ക് വില നൽകിയ അയാൾ ശ്രദ്ധ തിരിക്കാനായി ആ പണത്തിന് തീയിട്ടു. കത്തുന്ന കറൻസിയും പൊട്ടിത്തെറിക്കുന്ന രാസവസ്തുക്കളും ആ പ്രദേശം മുഴുവൻ വിഴുങ്ങിയപ്പോൾ അയാൾ ആ ആൺകുട്ടിയെ രക്ഷിച്ചു. സോനയുടെ പ്രാദേശിക പ്രവർത്തനങ്ങളെയും ആളുകളെയും പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ആ ഫാക്ടറി കത്തിച്ചു. തന്റെ സാമ്രാജ്യം തകർന്ന വാർത്തയറിഞ്ഞ സോന തന്റെ സാമ്രാജ്യത്തെ തകർത്ത ആ സാധാരണക്കാരന്റെ ജീവിതം എടുക്കാൻ തന്നെ തീരുമാനിച്ചു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.